എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഗ്യാലറി തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്യാമ, അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പരിക്കേറ്റവർക്കൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത്? കോതമംഗലം അടിവാടാണ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഏകദേശം 20ഓളം പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇത് വർഷാവർഷങ്ങളായിട്ട് ഈ അടിവാട് പ്രദേശത്ത് ഈ ടൂർണമെന്റ് നടത്തി വരാറുള്ളതാണ്. സെവൻസ് ടൂർണമെന്റ് ആണ് നടത്തിയത്. വൈകിട്ട് ഫെർലൈസ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാണികൾ ഉണ്ടായിരുന്നു. കുട്ടികളടക്കമുള്ള ആളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഫൈനൽ മത്സരമായിരുന്നു ഇന്ന്. ഫൈനൽ മത്സരം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്ത് മടങ്ങി മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഈ സ്റ്റേഡിയത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഇരിപ്പിടങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഒന്നിനു മീതെ ഒന്നായിട്ട് മുകളിലേക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഇരിപ്പിടങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചത്. അത് മുകളിൽ നിന്ന് താഴത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. താഴെ നിന്ന് ഈ മറിഞ്ഞു വീഴുന്ന ഘട്ടത്തിൽ പുറകോട്ടും വീണു, മുമ്പിലോട്ടും ഈ സ്റ്റേഡിയം വീണു. ആളുകൾ ഇരുന്ന വശത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ആളുകൾ മറിഞ്ഞു വീണു. കൂടാതെ ഈ ആളുകളുടെ മേത്തേക്കും ഈ വാരിക്കമ്പുകളും മറ്റുമൊക്കെ വീഴുകയാണുണ്ടായത്. അങ്ങനെ കൈക്കും കാലിനുമൊക്കെ ഒടിവും ചതവുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. പലരുടെയും ചെറിയ രീതിയിൽ കാലുകളും മറ്റുമൊക്കെ പൊട്ടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അവരാരും തന്നെ ആശുപത്രിയിൽ പോയിട്ടില്ല. ഏകദേശം 20ഓളം പേരെയാണ് നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സമീപത്ത് തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഇടങ്ങളിലെ ആശുപത്രികളിൽ നിന്നുള്ള ആംബുലൻസും ഒക്കെ എത്തിയാണ് നാട്ടുകാരും ഒക്കെ കൂടി ചേർന്നാണ് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ സ്റ്റേഡിയം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടി വരും. കാരണം കൂടുതൽ കാര്യങ്ങളിൽ പരിശോധന തുടരേണ്ടതായിട്ടുണ്ട്. അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എറണാകുളം കോതമംഗലം അടിവാടാണ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീഴുന്ന അപകടമുണ്ടായത്. അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്യാമപ്രസാദ് ഉത്തമൻ തുടരുന്നുണ്ട്. ശ്യാമ, ഈ സംഘാടകരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? പോലീസ് എന്തായാലും ഇനി കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. ഈ ഉറപ്പുള്ളതായിരുന്നു ആ സ്റ്റേഡിയം താൽക്കാലികമായി നിർമ്മിച്ചതാണല്ലോ. ആ രീതിയിലൊക്കെയുള്ള പരിശോധനയിലേക്കൊക്കെ ഇനി പോകേണ്ടതായിട്ടുണ്ട്. സംഘാടകരുടെ ഭാഗത്തു നിന്നും എന്താണ് ലഭിക്കുന്നത്? ഇതിനു മുൻപും ഈ രീതിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ ഇതേ തലത്തിലൊക്കെ നടക്കുന്ന ഒരിടമല്ലേ അത്? തീർച്ചയായിട്ടും. അതായത് വർഷങ്ങളായിട്ട് ആ വേദിയിൽ, അതായത് അടിവാട് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി വരാറുള്ളതാണ്. സെവൻസ് ഫുട്ബോൾ ആണ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. വേനലവധിയോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഫുട്ബോൾ ടൂർണമെന്റ് കാലങ്ങളായിട്ട് നടത്തി വരുന്നതിനാൽ തന്നെ ഇന്ന് ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമായതിനാൽ തന്നെ കൂടുതൽ കാണികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 4000-ഓളം വരുന്ന കാണികളാണ് ഉണ്ടായിരുന്നത്. ഈ 4000-ൽ വരുന്ന കാണികളിൽ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെ ഈ താൽക്കാലികമായി നിർമ്മിച്ച ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അതായത് ഈ വാരിക്കമ്പുകൾ വെച്ചാണ്, കവുങ്ങിന്റെ കമ്പുകൾ വെച്ചാണ് പ്രധാനമായിട്ടും ഈ സ്റ്റേഡിയം അവിടെ നിർമ്മിച്ചത്. ആ സ്റ്റേഡിയത്തിന്റെ ഒന്നിനു മീതെ ഒന്നായിട്ട് തട്ട് രീതിയിലേക്ക് ഇരിക്കാവുന്ന രീതിയിലായിരുന്നു സ്റ്റേഡിയം ക്രമീകരിച്ചിരുന്നത്. ഒരുപക്ഷെ ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടിയതാവാം. മുകളിൽ നിന്ന് താഴത്തേക്ക് പതിക്കുകയും തുടർന്ന് അവിടെ നിന്ന് തന്നെ പുറകോട്ടും പതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുറകുവശത്തും അതോടൊപ്പം തന്നെ താഴത്തുമൊക്കെ ആളുകൾ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും മുകൾത്തട്ടിലടക്കം ആളുകൾ ഇരിക്കുകയുണ്ടായിരുന്നു. കുട്ടികളടക്കം ഉണ്ടായിരുന്നു. ഇവർക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ പരിക്കേറ്റവരുടെ പരിക്കുകളൊന്നും തന്നെ അത്ര ഗുരുതരമുള്ളതല്ല. കൈക്കും കാലിനും ചതവ് അതോടൊപ്പം തന്നെ മുറിവും മറ്റുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പരിക്കേറ്റ ഭൂരിഭാഗം പേരെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടത്.